സൂര്യ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫ്ലൈവീലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദ ബിഗിനേഴ്സ് ബെൻസ് എന്നറിയപ്പെടുന്ന സി ക്ലാസിന്റെ ലേറ്റസ്റ്റ് പെട്രോൾ എഞ്ചിൻ വേരിയന്റ് ആയ C200 CGIയുടെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്നത്തെ ഫ്ലൈവീലിൽ നിങ്ങൾക്കായി. ടെക്നോളജിയിലൊന്നും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്ന കമ്പനിയാണ് മെർസിഡീസ് ബെൻസ്. അങ്ങനെയുള്ള മെർസിഡീസ് ബെൻസിന്റെ എൻട്രി ലെവൽ സിഡാൻ ആണ് സി ക്ലാസ്. സി ക്ലാസിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റ് ആയ C200 CGIയുടെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മെർസിഡീസ് ബെൻസിന്റെ ഇന്ത്യയിലെ ആസ്ഥാനമായ പൂനെയിൽ നിന്നാണ് ഞങ്ങൾ ഈ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടുള്ളത്. സോ എൻജോയ് ദ ഡ്രൈവ് ഓഫ് C200 CGI. കഴിഞ്ഞ ജനറേഷൻ സി ക്ലാസിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എക്സ്റ്റീരിയർ ഡിസൈനിൽ പുതിയ സി ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് 2 ടൈപ്പ് ഓഫ് ഗ്രില്ല് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇന്നിപ്പം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന അവോൺഗ്രാഡ് എന്ന ടോപ്പ് ഓഫ് ദി റേഞ്ച് മോഡലാണ്. അതിൽ വന്നിരിക്കുന്ന ഒരു സ്പോട്ടി ഗ്രില്ലാണ്. എന്നാൽ നോർമൽ വേരിയന്റ് ആയ ക്ലാസിക്കിലും എലഗൻസിലും വരുന്നത് മെർസിഡീസ് ബെൻസിൽ സാധാരണ കണ്ടുവരുന്ന ക്രോം പ്ലേറ്റഡ് ഗ്രില്ലാണ്. എന്നാൽ സാധാരണ ഒരു സ്പോട്ടി അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിനെല്ലാം കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആ ഒരു സർവേ നടത്തിയപ്പോൾ മനസ്സിലാക്കിയ പ്രകാരം പുതിയൊരു ഗ്രിൽ ട്രീറ്റ്മെന്റ് ആണ് സി ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അത് സെൻട്രലിൽ ലോഗോ കൊടുത്തിട്ടുള്ള സ്പോട്ട് ഗ്രില്ല്, അതിൽ നിന്ന് സെൻട്രലിൽ നിന്ന് മെർസിഡീസിന്റെ 3.8 സ്റ്റാറിൽ നിന്ന് 2 സ്ലാക്ക്, അതും ക്രോം സ്ലാക്ക് കൊടുത്ത ഒരു രീതിയിലുള്ള ഒരു ഗ്രില്ലാണത്. അതിൽ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തോട് കൂടിയിട്ട് നല്ല സ്പോട്ടി ലുക്കാണ് ഇതിൽ നൽകുന്നത്. എസ്പെഷ്യലി ഇൻ ഡാർക്ക് കളേഴ്സ്, ബ്ലാക്ക് പോലുള്ള ഡാർക്ക് കളേഴ്സിൽ ഈ സിൽവർ ഇത് കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു എടുത്തു നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഗ്രില്ലുള്ളത്. ഗ്രില്ലിന് പുറമെ കാര്യമായ ഒരു ചേഞ്ച് വന്നിട്ടുള്ള ഇതിന്റെ ഹെഡ്ലൈറ്റിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന 2 റൗണ്ട് കൂടിയ ഒരു അമീബ ഷേപ്പോട് കൂടിയ ഒരു ഹെഡ്ലൈറ്റ് ആയിരുന്നു. എന്നാൽ കുറെ കൂടി ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് പുതിയ സി ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഇതിൽ അകത്ത് വരുന്ന 2 ഡൂമാണ്, ഒന്ന് ബൈസിനോണും ഒന്ന് ഹൈബീം ഡൂമാണ്. ഇതിനോട് ചേർന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ കാര്യമായ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പുതുമയുള്ളത് ഇതിന്റെ വന്നിരിക്കുന്ന ഈ ഐബ്രോ ആണ്. ഈ ഐബ്രോയിൽ തന്നെയാണ് ഈ പാർക്ക് ലൈറ്റിന് ഒരു ഓപ്ഷനും കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ബമ്പറും ഫുള്ളി ചേഞ്ച് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ്. നേരത്തെ മേക്കിൽ കാണാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് ബമ്പറിൽ വന്നിട്ടുള്ളത്. അതിൽ സെൻട്രലായിട്ട് മെഷ് ഗ്രില്ലും ഉണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഫോഗ് ലാമ്പിനും ഒരു ക്രോം ബീഡിംഗ് എല്ലാം കൊടുത്തത് കുറെ കൂടി ഒരു സ്പോട്ടിയർ അല്ലെങ്കിൽ ഒരു പ്ലസ് ഒരു എലഗൻസും കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫേസിലേക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ്. മുമ്പുള്ളതിനേക്കാളും നല്ലൊരു അഗ്രസീവ് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ഈ സൈഡ് പ്രൊഫൈലിൽ വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് കുറെ കൂടി ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ട്രീറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ ഈ ഒരു പുതിയ സി ക്ലാസ്സിൽ വന്നിട്ടുള്ള കുറെ കൂടി അഗ്രസീവും ഒരു സ്പോട്ടി ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ ബിഗ് ബ്രദറായ എസ് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വീൽ ആച്ചസ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അത്രയ്ക്കും ഒരു ബ്രോഡ് അല്ലെങ്കിൽ കൂടി കുറച്ചുകൂടി തള്ളി നിൽക്കുന്ന ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു വീൽ ആർച്ചാണ് ഉള്ളത്. പിന്നെ അതിൽ വേറൊരു ചേഞ്ച്, കാര്യമായ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് റൂഫ് കുറെ കൂടി ഫ്ലാറ്റർ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം മെർസിഡീസിന്റെ ഒരു അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ലുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ മറ്റേ കാര്യമായ ഒരു എലമെന്റ് വന്നിട്ടുള്ളത് പുതിയ ഷോൾഡർ ലൈനാണ്. കുറെ കൂടി മാസ്കുലിൻ ആയിട്ടുള്ള ഷോൾഡർ ലൈനും അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഷാഡോ, ഇതെല്ലാം തന്നെ കുറെ കൂടി അഗ്രസീവ്നെസ് ആണ് നമുക്ക് നേരത്തെ സി ക്ലാസ്സിൽ നിന്ന് പുതിയ സി ക്ലാസ്സിന് കൊടുത്തിട്ട് വരുന്നത്. അതിന് പുറമെ ഒരു നല്ലൊരു പുതിയൊരു സൈഡ് മിററും കുറെ കൂടി വലിയൊരു സൈഡ് മിററും നേരത്തെ സി ക്ലാസ്സിൽ നിന്ന് വന്നു. ഇത് മൊത്തം നോക്കുമ്പോൾ കുറെ കൂടി ഒരു സ്പോട്ടിയർ കാറാക്കി മാറ്റിയാണ് മെർസിഡീസ് സി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയ ഈ BMW 3 Series ആവട്ടെ A4 ആവട്ടെ, ഇത് രണ്ടും തന്നെ കുറെ ഒരു സ്പോട്ടിയർ വെഹിക്കിൾ ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്തോണ്ട് സി ക്ലാസ്സും അങ്ങനെ തന്നെ എടുക്കണം. അതുകൊണ്ട് ഒരു എൻട്രി ലെവൽ മാർക്കിന് നല്ലൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു യങ് ഫീൽ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് സൈഡ് പ്രൊഫൈലിലും കുറെ കൂടി ഒരു അഗ്രസീവ്നെസ് കമ്പനി കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഫ്രണ്ടും സൈഡും കണ്ടതുപോലെ തന്നെ റിയറിലും കാര്യമായ ഒരു ചേഞ്ച് കമ്പനി വരുത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു റിയർ എൻഡ് ആണ് കമ്പനി ഇപ്പം പുതിയ സി ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ കണ്ടിരുന്ന സി ക്ലാസ് ലാസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്നത് ആ ജനറേഷനിൽ ഉണ്ടായിരുന്ന എസ് ക്ലാസും സിമിലർ ആയിട്ടുള്ള ഒരു റിയർ എൻഡ് ആയിരുന്നു. എന്നാൽ പുതിയ സി ക്ലാസ്സിൽ പുതിയൊരു ട്രീറ്റ്മെന്റ്, അത് സിമിലർ അല്ലാത്ത വേറെ മറ്റു മോഡലും സിമിലർ അല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു കാറ്റഗറി മറ്റൊരു വേറെ കാറ്റഗറി ആയിട്ട് മിക്സ് ആവുന്നതുകൊണ്ടാണ് ഈ ഒരു റിയർ എൻഡിന് വേറെ ട്രീറ്റ്മെന്റ് തന്നെ കൊടുത്തത്. അതിൽ കാര്യമായ ഒരു ചേഞ്ച് പുതുമ വന്നിട്ടുള്ളത് ടെയിൽ ലൈറ്റിലാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റാണ്. ഈ ടെയിൽ ലൈറ്റിൽ തന്നെ ഒരു ഡൈനാമിസം, ഒരു എയറോ ഡൈനാമിസത്തിനുള്ള ഒരു എലമെന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ വന്നിരിക്കുന്ന കട്ടിങ്സിൽ എയർ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ട് ബാക്ക് പ്രഷർ ഡൗൺ പ്രഷർ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇതിന് പുറമെ ബൂട്ടിന്റെ മേലെ കൊടുത്തിരിക്കുന്ന ഇന്റൽ ചെയ്ത് വരുന്നിട്ടുള്ള സ്പോയിലർ പോർഷന്, പിന്നെ അതുപോലെ തന്നെ ബമ്പറിന്റെ സൈഡിൽ വരുന്ന എയറോ ഡൈനാമിക്സ് എല്ലാം തന്നെ ബാക്ക് ഡൗൺ ഫോഴ്സ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ബൂട്ട് സ്പേസ്, കാരണം ഇന്ത്യയിലെ പോലെയുള്ള കണ്ടീഷനിൽ ലോങ് ജേർണിക്കും കൂടി ഉപയോഗിക്കുന്ന ഒരു കാറാണ് സി ക്ലാസ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പം നമുക്കറിയാം പല കമ്പനീസ്, ഈവൻ എമിറേറ്റ്സ് പോലുള്ള എയർലൈൻസ് എല്ലാം തന്നെ അവരുടെ ഒഫീഷ്യൽ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് സി ക്ലാസ്. അതുകൊണ്ട് തന്നെ ലഗേജിനുള്ള അത്യാവശ്യം ഒരു ലോങ് ജേർണിക്കുള്ള ലഗേജിനുള്ള ഓപ്ഷനും കൂടി കമ്പനി ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബമ്പറിന്റെ താഴെയായിട്ട് വരുന്ന എക്സോസ്റ്റ് പൈപ്പാണ് വേറൊരു ഡിസൈൻ എലമെന്റ് ആയിട്ടുള്ളത്. അത് ഓരോ മോഡൽ അനുസരിച്ചിട്ട് ചേഞ്ച് ആവും. ഇപ്പം വലിയ എഞ്ചിൻ വരുമ്പോഴാണെങ്കിൽ രണ്ട് സൈഡിലും എക്സോസ്റ്റ് പൈപ്പ് വരുന്ന രീതിയിലുള്ളത്. എന്നാൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വേരിയന്റിലെല്ലാം തന്നെ വൺ സൈഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ വലിയ മോഡൽ ഇപ്പോൾ 230 അതിൽ രണ്ട് സൈഡിലും രണ്ട് എക്സോസ്റ്റ്, ഒരു ഓവൽ ഷേപ്പുള്ള ഒരു ക്രോം എക്സോസ്റ്റ് പൈപ്പും എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ സി ക്ലാസ്സിൽ 3 വേരിയന്റ് ആണ് കമ്പനിക്ക് വന്നിട്ടുള്ളത്. അതൊന്ന് ക്ലാസിക്കും, പിന്നെ എലഗൻസും, പിന്നെ അവാൻഗാർഡും ആണ്. ഇതിൽ ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിൾ അവാൻഗാർഡാണ്. അവാൻഗാർഡിൽ വന്നിരിക്കുന്ന വീൽ ഡിസൈനാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു 5 ട്വിൻ സ്പോക്ക് വീലാണ്, കുറേ സ്പോട്ടിയർ ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 17 ഇഞ്ച് വീലും കൂടിയാണിത്. എന്നാൽ എലഗൻസിൽ വന്നിരിക്കുന്ന 16 ഇഞ്ച് ഒരു മൾട്ടി സ്പോക്കും, പിന്നെ ക്ലാസിക്കിൽ വന്നിരിക്കുന്ന അതുപോലെ തന്നെ ഒരു 16 ഇഞ്ച് മൾട്ടി സ്പോക്ക് വീലാണ്. അത് രണ്ടും ഡിഫറെന്റ് തന്നെയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ലോ പ്രൊഫൈൽ ടയറാണ്. അത് കമ്പാരിറ്റീവ്ലി ലോ പ്രൊഫൈൽ എന്ന് പറയാം. കാരണം ഒരു 17 ഇഞ്ചും 16 ഇഞ്ചും ആകുമ്പോൾ ഒരു ഡിഫറൻസ് മാത്രം എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എന്നാൽ അൾട്രാ ലോ പ്രൊഫൈൽ അല്ല കമ്പനി കൊടുക്കുന്നത്. കാരണം നമുക്ക് കാണുന്നത് ഇന്ത്യൻ ഓപ്ഷനിൽ, ഇന്ത്യൻ കണ്ടീഷനിൽ കുറെ കൂടെ പ്രൊഫൈൽ കൂടിയ ടയറാണ് ബെറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് മെർസിഡീസ് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ടയർ പ്രൊവൈഡ് ചെയ്യുന്നത്.